ഒരുപക്ഷെ സിറിയയിലെ അസദ് അവിടുത്തെ പാവങ്ങളെ കൊന്നൊടുക്കുന്നുണ്ട്. ഗദ്ദാഫിയെ നാം കേട്ടിട്ടുണ്ട്, ഒരുപാട് ആളുകളെ കൊന്നൊടുക്കിയിട്ടുണ്ട്. സദാമിന്റെ പൂർവ്വകാലം നാം കേട്ടിട്ടുണ്ട്. അത്ര സുഖകരമായിട്ടില്ല. സോവിയറ്റ് യൂണിയനിലെ ലെനിനാണെങ്കിലും മുസോളിനി ആണെങ്കിലും ഒരുപാട് ആളുകൾ നമ്മൾ കേട്ടിട്ടുണ്ട്. അവർ ഏകാധിപതികളെ പോലെ പ്രവർത്തിച്ചിട്ടുണ്ട്. ഹിറ്റ്ലർ അങ്ങനെയായിരുന്നു, ഏകാധിപതിയായി പ്രവർത്തിച്ചിട്ടുണ്ട്. മുസോളിനി അങ്ങനെയായിരുന്നു, ഏകാധിപതിയായി പ്രവർത്തിച്ചിട്ടുണ്ട്. പക്ഷെ ഇന്ത്യ ഒരു ജനാധിപത്യ രാജ്യമാണ്. ജനങ്ങൾ ഉണ്ടാക്കുന്ന നിയമമാണ്. ജനങ്ങൾ തെരഞ്ഞെടുത്ത ജനങ്ങളുടെ പ്രതിനിധികൾ ഉണ്ടാക്കുന്ന നിയമം. ആ പ്രതിനിധികൾ ഒത്തുചേരുന്ന സ്ഥലം പാർലമെന്റാണ്. ആ പാർലമെന്റ് തന്നെ സംയുക്ത പാർലമെന്റ്, ജോയിന്റ് പാർലമെന്റ്, അധോസഭയും ഉപരിസഭയും സംയുക്തമായി ബജറ്റ് സമ്മേളനത്തിന്റെ മുന്നോടിയായി രാഷ്ട്രപതിയുടെ നയപ്രഖ്യാപനം ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഘട്ടത്തിൽ ആ സഭയിലെ ഏറ്റവും സീനിയറായ ഒരു രാഷ്ട്രീയ നേതാവ് 25 വർഷത്തിനപ്പുറം നരേന്ദ്രമോദി രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയായി പാർലമെന്റിലേക്ക് കടന്നു ചെല്ലുന്നതിന്റെയും 1/4 നൂറ്റാണ്ടിനപ്പുറത്ത് പോയിട്ടുണ്ട്. ആ പാർലമെന്റിൽ ഈ അഹമ്മദ് UN എന്താണെന്ന് നരേന്ദ്രമോദി കേൾക്കുന്ന കാലത്തിനപ്പുറത്ത് കടന്നു പോയിട്ടുണ്ട്. ഈ അഹമ്മദ് UN-ലേക്ക് അഹമ്മദ് ആരാണെന്ന് ചോദിച്ചല്ലോ സോണിയാഗാന്ധി. ഈ മനുഷ്യരാരാണെന്ന് ചോദിച്ചല്ലോ RSS-കാരൻ നിർത്തിയ ഗുണ്ടകളോട് സോണിയാഗാന്ധി. ഒരു മനുഷ്യരെ മരിക്കുവാൻ പോലും സ്വാതന്ത്ര്യമില്ല എന്ന് പറയാൻ ഇന്ത്യ എന്ന് പറയുന്നത് RSS-കാരന്റെ തറവാട് സ്വത്തല്ല. ഇന്ത്യ എന്ന് പറയുന്നത് ഒരു ഫാസിസത്തിന്റെയും തറവാട് സ്വത്തല്ല. നരേന്ദ്രമോദിയുടെ ഗവൺമെന്റ് ചെയ്തതെന്താ? രാജ്യത്തിന്റെ പ്രസിഡന്റ് രാജ്യത്തിലെ ജനങ്ങളെ അഭിസംബോധന ചെയ്യുമ്പോ, പാർലമെന്റിനെ സംബോധന ചെയ്യുമ്പോ ഒരാൾ അസുഖബാധിതനായി കുഴഞ്ഞു വീഴുമ്പോ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്നു. പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ നിന്നും ഒരു മന്ത്രി ചെല്ലും. എല്ലാവരും ധരിച്ചതെന്താ? തന്റെ സഹപ്രവർത്തകൻ രോഗിയായിരിക്കുന്നു, തന്റെ സഹപ്രവർത്തകൻ ഏറ്റവും ഗുണമുള്ള ചികിത്സ നൽകാൻ ഞാൻ ഇടപെടാൻ വേണ്ടി പോകുന്നു എന്നല്ലേ ജിതേന്ദ്ര സിംഗ് എന്ന് പറയുന്ന മന്ത്രി, പ്രധാനമന്ത്രിയുടെ ഓഫീസ് ചുമതലയുള്ള മന്ത്രി ചെന്നപ്പോ ലോകം ധരിച്ചത്. പക്ഷെ എന്തിനായിരുന്നു? കേട്ട വാർത്ത എന്തെയാണ്? അരമണിക്കൂറിലപ്പുറത്ത് കൃത്രിമമായി ഹൃദയം പ്രവർത്തിപ്പിക്കുവാൻ സഹായിക്കുന്ന, മനുഷ്യനിൽ ജീവനുണ്ടെങ്കിൽ അത് തിരിച്ചു പിടിക്കാൻ ഉപയോഗിക്കുന്ന വൈദ്യശാസ്ത്രത്തിലെ യന്ത്രത്തെ അരമണിക്കൂറിലപ്പുറത്തൊരിക്കലും ഒരു മനുഷ്യന്റെ നെഞ്ചിനോട് ചേർത്ത് പ്രവർത്തിപ്പിക്കാൻ പാടില്ലാത്ത ഉപകരണം 12 മണിക്കൂറാണ്. ഇന്ത്യയിലെ ജനാധിപത്യത്തിന്റെ നെഞ്ചിലാണ്. അഹമ്മദ് സാഹിബിന്റെ നെഞ്ചിൽ മാത്രമല്ല, രാജ്യത്തിന്റെ ജനാധിപത്യത്തിന്റെ നെഞ്ചിലാണ് ഫാസിസ്റ്റുകൾ ഘടിപ്പിച്ചു വെച്ചത്.